ഗർഭകാലം ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഗർഭകാലം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവർക്ക് പല്ലുകൾക്ക് പ്രശ്നം വരുന്നുണ്ടെന്ന്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് പല്ലുകൾക്ക് പ്രശ്നം വരുന്നുണ്ടെന്ന്. കുറച്ച് ആഹാരം ഉണ്ടെങ്കിൽ ആഹാരം ബാക്കി ഇരുന്നാലും വയറ്റത്തിരുന്നാലും അത് മോണയ്ക്ക് രോഗം ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് ഉണ്ടാക്കും. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാവരും ലേസി ആയിരിക്കും. ക്ഷീണം, ബ്രഷ് ചെയ്യാൻ വയ്യ. അത് ഇതിനെ വീണ്ടും ഇൻക്രീസ് ചെയ്യും. 6 തൊട്ട് 9 മാസത്തിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പ്രീമച്വർ ബേബി ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. പല്ലിന്നൊരു ഇൻഫെക്ഷൻ വന്നു, നാച്ചുറലി ബ്ലഡിലോട്ട് ഈ അണുക്കൾ കയറും, കൊച്ചിനടുത്ത് എത്തും. നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിന് കൊച്ചും പോവും, അമ്മയും പോവും. മൗത്ത് വാഷ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. ആഹാര പദാർത്ഥത്തിനെ എടുത്തു മാറ്റുന്നില്ല. ആഹാര പദാർത്ഥത്തിൽ ഉണ്ടാവുന്ന സൂപ്പർഇമ്പോസ് ചെയ്ത് വരുന്ന അണുക്കളുണ്ടല്ലോ, ഇവനാണ് നല്ല ബാക്ടീരിയ, ഇവനാണ് ചീത്ത ബാക്ടീരിയ, തിരിച്ചറിയാനായിട്ട് അതിന് പറ്റില്ല. ഇല്ല, അത് ഹൗ ക്യാൻ ദാറ്റ് ബി ഡൺ? നോ, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. എല്ലാ ബാക്ടീരിയയും കൊല്ലും. എല്ലാത്തിനും കൊല്ലാൻ തുടങ്ങും. കുട്ടികൾക്ക് ഈ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് കുടിച്ചിറങ്ങിക്കളെ. പേസ്റ്റ് നല്ല ടേസ്റ്റ് ഇല്ല. അവരിങ്ങനെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇറങ്ങിക്കളയും. ഇത് കാൽഷ്യമാണ് വന്ന് നമുക്ക് വേണ്ടത്. കാൽഷ്യത്തിനെ ബൈപ്പാസ് ചെയ്ത് ഫ്ലൂറൈഡ് അവിടെ കയറിയിരിക്കും. ഈ സ്കെലിറ്റൽ ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവും. അപ്പോൾ എല്ലുകൾ ബ്രിട്ടിലാവും. നമ്മുടെ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഏത് ടൂത്ത് ബ്രഷാണ് ടൂത്ത് പേസ്റ്റാണ് നല്ലതെന്നൊക്കെ. സോ ഏത് ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഈ ടൂത്ത് പേസ്റ്റിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൾഗേറ്റ് ആണോ, ക്ലോസപ്പ് ആണോ. ചില ആൾക്കാർ KP നമ്പൂതിരീസിന്റെ പൊടിയൊക്കെ ഉപയോഗിക്കും. പിന്നെ ഉമിക്കരി ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പണ്ടത്തെ ആൾക്കാർക്ക് ഈ പറയുന്ന പോടൊന്നും ഉണ്ടാവാറില്ല. കാര്യം ഉമിക്കിരി ചാർക്കോൾ ആണ് ഉപയോഗിച്ചിട്ടാണ് അവർ ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പോടൊന്നും ഉണ്ടാകത്തെന്നാണ് അവരുടെ നിഗമനം. ഇതെന്താ സംഭവിക്കുന്നത് അറിയാമോ? യഥാർത്ഥത്തിൽ പല്ലേ കാണില്ല, മനസ്സിലായി. പിന്നെ എങ്ങനെ പോട് വരുന്നത്? പോടുണ്ടാകുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് പല്ലിന് ഈ ഉമിക്കിരി തേച്ച് കളയും. അവസാനം ഇഷ്യൂ സി ഈ പറഞ്ഞ ചാർക്കോൾ പണ്ടൊക്കെ ഉമിക്കിരി ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുടെ പല്ലെല്ലാം തേഞ്ഞ് മട്ടമായിരിക്കും, മനസ്സിലില്ല. അപ്പോൾ ആ പോടുണ്ടാകുന്ന ഒരു സ്പീഡുണ്ടല്ലോ, ആ പോടുണ്ടാകുന്ന ഫോർ എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് എവിടെയെങ്കിലും പറ്റി പിടിച്ചിരുന്നു, പോടുണ്ടാകാനുള്ള ഇനിഷ്യേഷൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ തേക്കുമ്പോഴത്തേക്ക് അവിടെ ഇനാമലോടുകൂടിയും കളയുക ചെയ്യുന്നത്. അപ്പോൾ ലോജിക്കലി ഹൗ ക്യാൻ ദേ ഡെവലപ്പ് ക്യാവിറ്റി? ദേ വിൽ നോട്ട്. പക്ഷേ ഇവർക്കെല്ലാം പല്ല് പോയി, എല്ലാം പല്ല് എടുത്തു കളയേണ്ട സാഹചര്യം വരും, പോട് വരില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. മനസ്സിലായില്ലേ? അത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ ഞാൻ ഈ പറയുന്ന ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ഞാൻ ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏത് ടൂത്ത് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ടൂത്ത് പേസ്റ്റിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊരു പത വേണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അബ്രേസീവ് പാർട്ടിക്കിൾസ് വേണം. കുറച്ച് ചെറിയ അബ്രേസീവ്, കൂടുതൽ അബ്രേസീവ് അല്ല, അല്ലെങ്കിൽ ചാർക്കോളിന് പോലെ ആയി കഴിഞ്ഞാൽ അത് പണിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് പാടില്ല. ഇത് രണ്ട് മാത്രം മതി. പിന്നെ സർഫാക്റ്റൻസും ഇങ്ങനെയുള്ള കുറേ ഹ്യൂമാക്റ്റൻസ് അതിനൊക്കെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതൊന്നും നമുക്ക് ഫംഗ്ഷനലി ഉപയോഗമുള്ള കാര്യമല്ല. നമ്മൾ ഉദാഹരണത്തിന് തുണി കഴുകുന്ന സമയത്ത് നമ്മൾ വാഷിംഗ് പൗഡർ എടുത്ത് തുണിയിലിട്ടിട്ട് വെള്ളം നനച്ച് വെക്കുക, വൃത്തിയാവുമോ? മെക്കാനിക്കൽ റബ്ബ് ചെയ്താൽ വൃത്തിയാവുമോ? സോ ടൂത്ത് പേസ്റ്റ് ആസ് സച്ച് വലിയ കാര്യമല്ല. ഈ പതയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കിയാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. ടൂത്ത് പേസ്റ്റ് ആസ് സച്ച് പെർ സേ ഈസ് നോട്ട് ഗോയിൻ ടു ഹെൽപ്പ് യു. മനസ്സിലായി? ഹൗ മെറ്റിക്കുലസ്ലി യു ഗോയിൻ ടു റിമൂവ് ദാറ്റ് ഈസ് അത് ഈ പറയുന്ന പാർട്ടിക്കിൾസിനെ ഡിസ്ലോജ് ചെയ്ത് മാറ്റുമ്പോഴത്തേക്ക് ഈ പത കൊണ്ട് ഇളക്കി പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിന് വേറെ കാര്യം. പിന്നെ ഈ ആസിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ്, ഫ്രഷ് ബ്രത്ത് എനർജി എന്നൊക്കെ പറഞ്ഞ് പണ്ട് പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്, ഇല്ലേ? ഇതെല്ലാം ശരിക്കും ശുദ്ധ അബദ്ധങ്ങളാണ്. ഒന്ന് തെറ്റാണ്. മോസ്റ്റ് ഓഫൺ വാട്ട് ഹാപ്പൻസ് ഈസ് യു ബീൻ റോങ്ലി ഡയറക്റ്റഡ്. ഒന്ന് ഈ അടുത്ത കാലത്ത് പർപ്പിൾ പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള പ്രീം പോസ്റ്റ് ഇമേജ് ആണെന്ന്. അത് ആൾക്കാരും കാണത്തില്ല. ദാറ്റ് ഈസ് ആക്ച്വലി ചീറ്റിംഗ് പീപ്പിൾ, മനസ്സിലല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ആസിഡ് കണ്ടെയ്നിങ് ടൂത്ത് പേസ്റ്റ്, അതായത് അതൊരു ജെല്ലി ഫോമിലായിരിക്കും വരുന്നത്, ഒരു റെഡ് കളർ ജെല്ലും. ഇത് ഉപയോഗിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ആസിഡ് കണ്ടെയ്നിങ് എപ്പോഴും കൊറോഷൻ ഇറോഡ് ചെയ്ത് കളയും പല്ലിന്. സോ ഐ വിൽ നോട്ട് റെക്കമെൻഡ് യൂസിങ് ദാറ്റ്. ആസ് സച്ച് പെർ സേ ടൂത്ത് പേസ്റ്റിൽ കാര്യങ്ങളൊന്നുമില്ല. ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി കളയുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് ഒരു ആസ്പെക്ട്. പിന്നെ ടൂത്ത് പേസ്റ്റിൽ വീണ്ടും തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്താ പറയുമ്പോൾ സോൾട്ട് കണ്ടെയ്നിങ് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞ് ഇവർ പറയും. എന്ത് സെൻസാണ്? നമ്മുടെ വായിടത്തുള്ള അണുക്കളെ കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത്.
ഉപ്പുള്ള പേസ്റ്റ് ഉപയോഗിച്ച് അണുക്കളെ കൊല്ലു, ബാക്ടീരിയസിനെ കില്ല് ചെയ്യും. അതുകൊണ്ടല്ലാതെ പിന്നെ സലവയുടെ അതല്ലാതെ പിന്നെ സോൾട്ടിൻ്റെ ഉപ്പിൻ്റെ ഉപയോഗം എന്താണ് അവിടെ? ഓ ഓസ്മോസിസ് വഴി ഈ അണുക്കളെ കൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഈ ആഹാര പദാർത്ഥത്തിന് എടുത്തു മാറ്റാനായിട്ട് സോൾട്ട് ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യും? നമ്മളെല്ലാം മണ്ടന്മാരാണെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ഇത് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ ലോജിക്കലി ശരിക്കും തിങ്ക് ചെയ്യുന്നില്ല അല്ലേ? ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ആർ വി പ്ലാനിങ് ടു സപ്രസ് ബാക്ടീരിയ വിത്ത് യുവർ മൗത്ത്? നോ. ആണോ? ഇല്ല. അപ്പം പിന്നെ എന്താ കാര്യം? സോൾട്ട് കൊണ്ട് യാതൊരു ഗുണമുണ്ടോ? ഇല്ല. പിന്നെ ഇത് അവർ പറയുന്നത് പിന്നെ അതിലും വരുന്നുണ്ട്, ചാർക്കോൾ കണ്ടെയ്നിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം വരുന്നുണ്ട് ഒരു ബ്രാൻഡിൽ. അത് ചാർക്കോൾ ഉണ്ടെങ്കിൽ കൂടുതൽ അബ്രസീവ് ആയിരിക്കും, അപ്പോൾ ഇന്നാമൽ തേഞ്ഞ് പോകും. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് ലോജിക്. ഇതിനപ്പുറം വേറൊരു കാര്യമുണ്ട്, ഫ്ലൂറൈഡ് കണ്ടെയ്നിങ് ടൂത്ത് പേസ്റ്റ്. ഈ ഫ്ലൂറൈഡ് കണ്ടെയ്നിങ് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറൈഡ് പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് പല്ലിന് പോട് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ സയൻസ്. ഫ്ലൂറൈഡ് നല്ലതാണ് പേസ്റ്റ്. ഫ്ലൂറൈഡ് അല്ല, ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റിൽ വേണമെന്നുള്ളത് കൊച്ചു പിള്ളേർക്ക് ഫ്ലൂറൈഡ് വേണ്ട എന്നുള്ളതും, വലിയ ആൾക്കാർക്ക് 2 വയസ്സിന് ശേഷമുള്ളവർക്ക് 200 parts per million, പിന്നെ പ്രായമുള്ള അഡൾട്ടിനൊക്കെ ആകുമ്പോഴത്തേക്ക് 9 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 800 to 1000 parts per million ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റിൽ കാണണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വെപ്പ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറൈഡിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഫോർ പ്രൊട്ടക്ഷൻ നമുക്കറിയാമല്ലോ. പ്രശ്നക്കാരൻ ആരാണ്? ആസിഡാണ്. ആസിഡാണ് ദ്രവിപ്പിച്ചുള്ളത്. അപ്പോൾ പല്ലിലൊരു കോട്ടിങ്, ആസിഡ് റെസിസ്റ്റൻറ്റ് കോട്ടിങ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പോട് വരാതെ നോക്കും, പോട് വരാതിരിക്കും. അപ്പോൾ ഈ ഫ്ലൂറൈഡ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഫ്ലൂറൈഡ് വന്ന് പല്ലിലെ ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസ്, അതായത് പല്ലിൻ്റെ പുറമെയുള്ള ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസുമായിട്ട് കോൺടാക്ട് ഉണ്ടായിട്ട് ഫ്ലൂർ ആപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ഈ ഫ്ലൂർ ആപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസ് ആസിഡ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ആസിഡ് റെസിസ്റ്റൻസ് ആയത് കാരണം ഈ പല്ലിന് ക്യാവിറ്റീസ് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഈ ഫ്ലൂർ ആപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മിനിമം 3-4 മണിക്കൂർ പല്ലുമായിട്ട് കോൺടാക്ട് ഉണ്ടാവണം. ഈസ് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ വിത്ത് ദ ടൂത്ത് പേസ്റ്റ്? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ലോജിക്സ് എന്താണ്? ടൂത്ത് പേസ്റ്റിനകത്ത് ഇത് സാധനം ഇരുന്നിട്ട് എന്താ കാര്യം? വി ഷുഡ് തിങ്ക്, വി ഷുഡ് നോട്ട് ബി ഇമ്പോസ് തിങ്സ്. മനസ്സിലായില്ല? This is what my recommendation is. We should have a logical thinking whether this is right. ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റും അത്ര നല്ലതല്ല എന്നാണോ പറയുന്നത്? നല്ലതല്ല ചീത്തതല്ല എന്നുള്ളതല്ല. ഇറ്റ് ഇസ് നോട്ട് ദ ക്വസ്റ്റ്യൻ ഓഫ് നല്ലത് ചീത്തത്. ഇറ്റ് ഡസ് നോട്ട് ഗീവ് എൻ എഡ്ജ്, ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തരുന്നില്ല. പറയുന്നത്രല്ല, ഐ വിൽ ടേം ഇറ്റ് സീറോ അഡ്വാൻറ്റേജ്. ഓക്കെ, മനസ്സിലായില്ലേ? ബട്ട് ഫ്ലൂറൈഡ് വാർണിഷ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി എല്ലാ 6 മാസത്തിലും അപ്ലൈ ചെയ്യണമെങ്കിൽ പിള്ളേർക്ക് ഒട്ട് സ്റ്റാർട്ട് ചെയ്യാം. 6 മാസത്തിൽ അപ്ലൈ ചെയ്യണം, 6 മാസത്തേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് ഫ്ലൂറൈഡ് വാർണിഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനം അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 മണിക്കൂറത്തേക്ക് 4-6 മണി 4 to 6 hours കഴിയുന്നതും ലോങ്ങർ പീരീഡ് വെള്ളം കുടിക്കാനോ ആഹാരം കഴിക്കാനോ പാടില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഇതിന് ഇറ്റ് ഹാസ് ടൈം ടു ആക്ട് ഓൺ ദ ടൂത്ത് ആൻഡ് ദെൻ ഫ്ലൂറാപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസ് വിൽ ബി ഫോംഡ്. ദാറ്റ് വിൽ പ്രൊട്ടക്ട് യുവർ ടൂത്ത്. ഓക്കെ, ടൈം കൊടുക്കുകയാണ്. കാര്യം വെള്ളം ഒന്നും കുടിക്കാതിരിക്കുക. അപ്പോൾ നാച്ചുറലി ഒരു വാർണിഷിൻ്റെ ഒരു കോട്ടിങ് അപ്ലൈ ചെയ്യുന്ന ആ സാധനം പല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഫ്ലൂറാപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. പക്ഷേ ഈ സാധനം കാലക്രമേണ വേറെ ചെയ്ത് പോകും. അതുകൊണ്ടാണ് 6 മാസത്തിലൊരിക്കൽ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഈ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു 3 മണിക്കൂർ വെള്ളം കുടിക്കാതെയോ ഫുഡ് കഴിക്കാതെയോ ഇരുന്നാൽ അപ്ലിക്കബിൾ ആണോ? അതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടൂത്ത് പേസ്റ്റ് നമ്മൾ കഴുകിക്കളയല്ലേ എന്ന് പറ്റില്ല. അല്ല ഞാൻ ഫ്ലൂറൈഡ് അത് മാത്രമല്ല, ഇതിൽ എന്ന് പറഞ്ഞാൽ മറ്റേതിൽ ഫ്ലൂറൈഡ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ടൂത്ത് പേസ്റ്റിനകത്ത് പല കണ്ടന്റ് ഉണ്ട്. അതിൽ 800 to 1000 parts per million മാത്രമേ ഫ്ലൂറൈഡ് ഇതിനകത്തുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ ഫ്ലൂറൈഡ് മാത്രമാണ്. സോ ഇൻടേക്ക് മറ്റേതിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഇൻടേക്ക് അതിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സാധനത്തിൽ നിന്നാണോ ഇൻടേക്ക് എടുക്കുന്നത്? ഫ്ലൂറൈഡ് ഒരു പ്രദർശനത്തിന് വേണ്ടി മാത്രം ഒരു നെഗ്ലിജിബിൾ എമൗണ്ടിലുള്ള സാധനത്തിൽ നിന്നായിരിക്കും അപ്ടേക്ക് ഉണ്ടാവുന്നത്? ഇല്ല. അപ്ടേക്ക് ഉണ്ടാവും. ടൂത്ത് പേസ്റ്റിൽ നിന്ന് അപ്ടേക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. കാര്യം കണ്ടവന് സാധനം കിട്ടിക്കല്ലേ. അതിൻ്റെ അകത്ത് എഫറസൻസിന്, അതായത് പതയ്ക്ക് വേണ്ടിയുള്ള സാധനമുണ്ട്, പിന്നെ ഹ്യൂമാക്റ്റൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. മൾട്ടി സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതിൽ ഈ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ശതമാനം മാത്രമേ വരുന്നുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല്ലിൽ ടൂത്ത് പേസ്റ്റ് വെച്ചോണ്ടിരുന്നാലും കാര്യമില്ല. പിന്നെ ദർ സംതിങ് വിച്ച് ഇസ് നോൺ ആസ് ടൂത്ത് മൂസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ടൂത്ത് മൂസ് എന്ന് പറഞ്ഞാൽ, അതായത് കേസിൻ എന്ന് പറഞ്ഞൊരു പാലിൻ്റെ പ്രോട്ടീൻ, അത് ഒരു ഓസ്ട്രേലിയൻ പ്രോഡക്റ്റ്. ദിസ് ഇസ് റിയലി ഗുഡ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസിൻ എന്ന് പറഞ്ഞ പാലിലുള്ള പ്രോട്ടീനാണ് കേസിൻ എന്ന് പറഞ്ഞത്. ഈ സാധനം
ഇതിനകത്ത് ഭയങ്കര ഹൈ കോൺസെൻട്രേഷൻ ഉണ്ട് ഈ ടൂത്ത് മൂസ് എന്ന സാധനത്തിന്. ഇതെന്താണ് സംഭവം? ഇത് ഒരു പ്രൊട്ടക്റ്റീവ് സാധനമാണ്. അത് റെഗുലേറ്റർ ഉപയോഗിക്കണം. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് ഇത് തേച്ചിട്ട് കിടന്നുറങ്ങാം. ഓക്കെ. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരുമാതിരി ഫ്ലൂറാപ്പറ്റേറ്റ് ക്രിസ്റ്റൽസ് അതല്ല, ഇതിനകത്ത് കേസിൻ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് CCP എന്ന് പറഞ്ഞ ഒരു സാധനം ഫോം ചെയ്യും, വിച്ച് ഓൾസോ ഗീവ്സ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഡീക്കേ. അത് ഡെന്റിസ്റ്റ് അടുത്ത് പോകേണ്ട കാര്യമില്ല, അത് വീട്ടിൽ തന്നെ ഡെയിലി പക്ഷേ ഉപയോഗിക്കണം. അത് നമുക്ക് ഓൺലൈനായിട്ട് ഓൺലൈൻ വാങ്ങിക്കും. ടൂത്ത് മൂസ് എന്ന് പറഞ്ഞ് ഞാൻ ഇതൊരു ഒരു ഡെന്റിസ്റ്റ് പറയുന്നത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. Tooth mousse that really works. There are a lot of studies which has been done. It really works. പേസ്റ്റ് ആണോ? അത് പേസ്റ്റ് തന്നെ. പേസ്റ്റ് കഴുകിക്കളയണ്ട, അത് അങ്ങ് ഇട്ടിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ചെയ്യുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? എന്താ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പാകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങാൻ പോവാറേ സലൈവയുടെ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങും. അല്ലെങ്കിൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ സലൈവ ഇതിനെ വാഷ് ചെയ്ത് കളയും. സോ അതുകൊണ്ട് എൻ്റെ റെക്കമെൻഡേഷൻ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. സോ ദാറ്റ് സലൈവ പ്രൊഡക്ഷൻ ഇസ് ലെസ്. അപ്പോൾ ഇത് പല്ലുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടും. അല്ലെങ്കിൽ ഉമിതിരുന്നതിനെ വാഷ് ചെയ്ത് കളയും. That's what I said. When you think, you should have a logical thinking to, ഇതൊന്നും പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതോ അല്ലാതെ ആരെങ്കിലും കമ്പനിക്കാർ അഡ്വൈസ് ചെയ്യുന്നതോ കാര്യങ്ങളല്ല. ദിസ് ഇസ് ഓൾ ഹൗ യു കണക്ട് സയൻസ് ആൻഡ് ലോജിക്സ് ഇൻ ലൈഫ്. അതാണ് എൻ്റെ എനിക്ക്. ടൂത്ത് മീസ് ഓൾസോ വർക്ക്സ് വെൽ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഫ്ലൂറൈഡിൻ്റെ കാര്യം പറഞ്ഞു, ഇത് വാർണിഷിൻ്റെ കാര്യം പറഞ്ഞു, ടൂത്ത് മൂസിൻ്റെ കാര്യം പറഞ്ഞു. പീപ്പിൾ അബൌട്ട് മൗത്ത് റിൻസസ്. മൗത്ത് റിൻസസ് എന്ന് പറയുന്ന സാധനം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് മൗത്ത് വാഷ് എന്ന് പറയുന്നത്. അതായത് ഒന്നാമത് പല്ല് തേക്കാൻ ചിലപ്പോൾ നമ്മൾ രാവിലത്തെ ഒരു ഓഫീസിൻ്റെ ഓട്ടത്തിലേക്ക് വിട്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരെ കുറ്റം പറയല്ല. ചിലപ്പോൾ ഓട്ടത്തിനിടയിൽ അപ്പോൾ ഒരു മൗത്ത് വാഷ് പോക്കറ്റിൽ ക്യാരി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവർ പറയുന്നത് മൗത്ത് വാഷ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്, പല്ലുകൾ കുറച്ചും കൂടി വൈറ്റനിങ് ആകുന്ന പോലെ തോന്നുന്നുണ്ട്, പിന്നെ നല്ല സ്മെല്ലാണ്, വായ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൗത്ത് വാഷ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. ഒരുപാട് പരസ്യങ്ങളുണ്ട്. മൗത്ത് വാഷ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുമോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും. നല്ല സ്മെല്ല്. അതായത് വായുടെ ആഹാരം ഇതിന്ന് ഡീകമ്പോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവില്ല. ഇല്ല, മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതാണ് ഒരുപാട് ആൾക്കാർ അത് യൂസ് ചെയ്യുന്നതും. ഇതിൽ മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആൻറ്റി മൈക്രോബിയൽ സാധനമുണ്ട്. അതായത് അണുവിമുക്തമാക്കാനായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇവന്മാർ സാധനത്തിന് ആഹാര പദാർത്ഥത്തിനെ എടുത്തു മാറ്റുന്നില്ല. ആഹാര പദാർത്ഥത്തിൽ ഉണ്ടാവുന്ന സൂപ്പർഇമ്പോസ് ചെയ്ത് വരുന്ന അണുക്കളുണ്ടല്ലോ, ഡീകമ്പോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അണുക്കളുണ്ടല്ലോ, നല്ല ബാക്ടീരിയസ് മാത്രമല്ല ചീത്ത ബാക്ടീരിയസും ഇതിൽ വരും. ഇതിൽ ഈ അണുക്കളെ കൊല്ലാനാണ് ഇവന്മാർ ഉപയോഗിക്കുന്നത് മൗത്ത് വാഷസ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇതിന് സെലക്റ്റീവായിട്ട് ഇവൻ കൊള്ളാം, അവൻ കൊള്ളൂല, ഇവനാണ് നല്ല ബാക്ടീരിയ, ഇവനാണ് ചീത്ത ബാക്ടീരിയ, തിരിച്ചറിയാനായിട്ട് അതിന് പറ്റില്ല. അത് ഹൗ ക്യാൻ ദാറ്റ് ബി ഡൺ? എല്ലാത്തിനും കൊല്ലാൻ തുടങ്ങും. ഇവന്മാരെ കൊല്ലുമ്പോഴത്തേക്ക് നമ്മുടെ വായണെന്ന് പറഞ്ഞാൽ ഒരു എക്കോസിസ്റ്റമാണ്. ഫംഗസും എല്ലാം ഒരു ബാലൻസിൽ പോകുന്നതാണ്. അപ്പം നമ്മൾ ഈ ബാക്ടീരിയ കൊന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫംഗസ് ഗ്രോ ചെയ്യും. ഈസ് ഇറ്റ് റെക്കമെൻഡഡ്? നോ. സോ ഐ മീൻ ഇത് ഞാൻ എപ്പോഴും പറയുന്നത് മൗത്ത് റിൻസ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 days 3 days പ്രയർ ടു എനി സർജിക്കൽ പ്രൊസീജിയർ. വായുടെ എന്തെങ്കിലും സർജറി ചെയ്യുന്നതിന് 2-3 ദിവസം മുമ്പ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 2-3 ദിവസം ഉപയോഗിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സർജറി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് വൂണ്ടിലോട്ട് കൂടുതൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അല്ലാതെ ഐ വുഡ് സേ പ്ലീസ് ഡു നോട്ട് യൂസ് ഇറ്റ്. ദാറ്റ്സ് മൈ സ്ട്രോങ് റെക്കമെൻഡേഷൻ. സോ ദിസ് ഇസ് വാട്ട് അബൌട്ട് ഇതാണ് എനിക്ക് ഈ മൗത്ത് വാഷിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ യു ആർ പ്രൊട്ടക്റ്റഡ്. യു ഷുഡ് ഓൾവേസ് അപ്രോച്ച് യുവർ ഡെന്റിസ്റ്റ് ആസ്കിങ് ഫോർ periodic use of fluoride varnish. That is a strong recommendation. Periodic use of varnish. ഞാൻ എന്തായാലും ചോദിക്കും. Very nice. Fluoride varnishum water flossum use ചെയ്ത് കഴിഞ്ഞാൽ I will tell you dentist across the globe will go jobless. It's a serious comment from me. Serious observation from me. But nobody will meticulously follow all these things. That is the sad part of it. അതെ, ദാറ്റ്സ് എ തിങ്. എന്തുകൊണ്ടാണ് ഡോക്ടർ കുട്ടികൾക്ക് ഈ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്? ഇവരുടെ ഈ ഫ്ലൂറൈഡ് ഈ പിള്ളേർ കഴിച്ചിറക്കില്ലേ, അതായത് കുടിച്ചിറക്കിക്കളെ പേസ്റ്റ് നല്ല ടേസ്റ്റ് ഇല്ല, അവരിങ്ങനെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇറക്കിക്കളെ. അപ്പോൾ ഈ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലൂറൈഡ് നമ്മുടെ GIT അതായത് ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്കിൽ പോകുമ്പോഴത്തേക്ക് അത് ഫ്ലൂറൈഡ് അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ
വേണ്ടതിനേക്കാളും അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഫ്ലൂറോസിസ് ഉണ്ടാക്കും. അതായത് എല്ലിലെല്ലാം പോയി ഈ ഫ്ലൂറൈഡ് കാൽഷ്യമാണ് വന്ന് നമുക്ക് വേണ്ടത്. കാൽഷ്യത്തിനെ ബൈപ്പാസ് ചെയ്ത് ഫ്ലൂറൈഡ് അവിടെ കയറിയിരിക്കും. അപ്പം ഈ സ്കെലിറ്റൽ ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകും. അപ്പം എല്ലുകൾ ബ്രിട്ടിലാവും. അതുകൊണ്ടാണ് പിള്ളേർക്ക് ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കരുത്. എത്ര വയസ്സ് വരെയുള്ള പിള്ളേർ? 2 വയസ്സ് വരെ ഉപയോഗിക്കരുതേ എന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം 2 വയസ്സിന് ശേഷം 200 parts per million ഉള്ള ടൂത്ത് പേസ്റ്റ് കൊടുക്കാൻ തുടങ്ങാം ടിൽ 7 or 8 years. അതിനുശേഷം യു ക്യാൻ ഗ്രാജുവലി ഗോ യൂസ് അഡർ ടൂത്ത് പേസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനൊരു ആധികാരികമുള്ള സ്റ്റഡീസൊന്നും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ദിസ് ഇസ് വാട്ട് ഇസ് ബീൻ റെക്കമെൻഡഡ്. സോ ഐ ഹാവ് ടു ഫോളോ ബിക്കോസ് അൺലെസ് ആൻഡ് അണ്ടിൽ ഐ ഹാവ് എ ക്രിട്ടിക്കൽ വേ ഇൻ വിച്ച് ഡിസെക്ട് ചെയ്യാനായിട്ട് ഒരു ഇതുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ ഷുഡ് ഫോളോ വാട്ട് എവർ ദേ സേ. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് ഗർഭകാലം എന്ന് പറയുന്നത്. ഗർഭകാലം ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ഗർഭകാലം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ത്രീകളുണ്ട്. അപ്പോൾ മിക്ക സ്ത്രീകളും ഇപ്പം അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഇപ്പം എല്ലാം പണ്ടുണ്ടെന്ന് തോന്നും, പക്ഷെ നമ്മളിപ്പോഴാണ് കേട്ട് തുടങ്ങുന്നത്, അവർക്ക് പല്ലുകൾക്ക് പ്രശ്നം വരുന്നുണ്ടെന്ന്. അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് പല്ലുകൾക്ക് പ്രശ്നം വരുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് പല്ലുകൾ ഭയങ്കര സെൻസിറ്റീവ് ആവുക, മോണ ഭയങ്കര സെൻസിറ്റീവ് ആവുക, മോണയിൽ നിന്ന് ചോര വരിക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് ഇത് വരുന്നതും. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും. ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണോ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പല്ലിൻ്റെ ഇഷ്യൂ വരുന്നത്, അല്ലെ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? 2 ആസ്പെക്ട്സ് ഉണ്ട് ഇതിനെക്കുറിച്ച്. ഒന്ന്, നമ്മൾ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ 2 പ്രോബ്ലംസാണ് നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്നത്. ഒന്ന്, പ്രഗ്നൻസി ആയത് കാരണം ഉണ്ടാകുന്ന ഡെൻ്റൽ ഡിസീസസും പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഡെൻ്റൽ അതായത് പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന വേറെ ഡെൻ്റൽ ഡിസീസ് ട്രീറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ്. അതായത് 2 ആസ്പെക്ട്സ്. വൺ ഇസ് പ്രഗ്നൻസി കാരണം ഉണ്ടാകുന്ന ഡെൻ്റൽ ഡിസീസ് ട്രീറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഡ്യൂറിങ് പ്രഗ്നൻസി. ഈ 2 ആസ്പെക്ട്സാണ് നമുക്ക് എപ്പോഴും പ്രഗ്നൻസിയിൽ നമുക്ക് ഉണ്ടാകുന്നത്. ആദ്യത്തെ കാര്യം, പ്രഗ്നൻസി കൊണ്ടുണ്ടാകുന്ന ഡെൻ്റൽ ഡിസീസസ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു കൊച്ചിനെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യണം. ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു എ ട്രാൻസ്പ്ലാന്റ്. നമ്മളൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ഇവരെ റിജക്റ്റ് ചെയ്യത്തില്ലേ? റിജക്റ്റ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യും? നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിനെ സപ്രസ് ചെയ്യും. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യും. എങ്ങനെയാണ്? കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുത്തിട്ട്. ഇത് ഈ ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ജീവിതകാലം മൊത്തവും ഈ സ്റ്റെറോയിഡ്സ് കഴിക്കേണ്ടി വരും. അതുപോലെ നമ്മളൊരു കൊച്ചിനെ അക്സെപ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പുതിയതായിട്ട് വരുന്ന ഒരാളാണ്. സോ നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറേ സപ്രസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ വായിടത്ത് നമ്മൾ ഒരു ലേഡി നേരത്തെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചോ. കുറച്ച് ആഹാരം കയറിയിരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എല്ലാം നല്ല സ്ട്രോങ് ആണ്. ഇതിനെ നമ്മൾ മോണരോഗങ്ങളെല്ലാം ചെറുക്കും. നൗ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഡിഫൻസ് മെക്കാനിസം കുറച്ച് സപ്രസ്ഡ് ആണ്. അപ്പോൾ എന്ത് പറ്റും? ഈ ഡിസീസ് പ്രോസസ്സ്, മോണയ്ക്ക് ഉണ്ടാകുന്ന അസുഖം, മോണയ്ക്ക് ഉണ്ടാകുന്നത് അത് എക്സാജറേറ്റ് ആകും, കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊച്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ, അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇമ്മ്യൂണിറ്റി കുറയുന്നതുകൊണ്ട്, ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണൽ സപ്രഷൻ ടു അക്കോമഡേറ്റ് ദ ഫീറ്റസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ അതായത് ഉണ്ടാകുന്ന ഡിസീസ് ഈസ് നോട്ട് ടാൻഡമൗണ്ട് ടു ദ എമൗണ്ട് ഓഫ് കോസ്. അതായത് കുറച്ച് ആഹാരം ഉണ്ടെങ്കിൽ, ആഹാരം ബാക്കിയിരുന്നാലും വായിടത്തിരുന്നാലും അത് മോണയ്ക്ക് രോഗം ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്തുണ്ടാക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നോർമലായിട്ട് ചെയ്യുന്ന ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് പോലും ഇത് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ ഇതിന് കൂടെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാവരും ലേസി ആയിരിക്കും. ക്ഷീണം, ബ്രഷ് ചെയ്യാൻ വയ്യ. അത് ഇതിനെ വീണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവസാനം ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പലപ്പോഴും പോടും ഉണ്ടാവും, പലപ്പോഴും മോണല്ല ഇൻഫ്ലെയിംഡ് ആയിരിക്കും. സോ ഒരു വല്ലാത്ത കണ്ടീഷൻ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാം പോയി, ഇവിടെ പ്രസവിച്ചിട്ടാണ് എനിക്ക്, ഇവിടെ പ്രസവിച്ചതിന് ശേഷമാണ്, പല പേഷ്യൻസ് പറയുന്നത്, ഇവിടെ പ്രസവിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ പല്ലെല്ലാം പ്രശ്നമായത്. ചില ആൾക്കാർക്ക് ഡയബറ്റീസ് വരത്തില്ലേ പ്രഗ്നൻസി, അതുപോലെ തന്നെ പല്ലിൻ്റെ അസുഖമെല്ലാം വന്ന് ഇവിടെ പ്രസവിച്ചതിന് പല പേഷ്യൻസും പറയാറുണ്ട് എൻ്റെ അടുത്ത്. സോ ഇറ്റ് ഇസ് ബേസിക്കലി ബിക്കോസ് ഓഫ് നെഗ്ലിജൻസ് ഡ്യൂറിങ് ദാറ്റ് ഇസ് വൺ ആസ്പെക്ട് ഓഫ് ഇറ്റ്. അത് ഈ മോണരോഗം. ഇനി നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം, പലപ്പോഴും എന്തെങ്കിലും ഒരു പോഡ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു പെയിൻ പ്രഗ്നൻസി സമയത്തുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻസി ഒരു 9 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത്, ആദ്യത്തെ 3 മാസം, പിന്നെ 3 തൊട്ട് 6 മാസം, 6 തൊട്ട്
9 മാസം. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ആദ്യത്തെ ട്രൈമസ്റ്ററിലാണ് ഇതിൻ്റെ ഓർഗൻസ് എല്ലാം ഫോം ചെയ്യുന്നത്. എല്ലാ ഓർഗൻസും ഫോം ചെയ്യുന്ന ആ സമയമാണ്. ഈ സമയത്ത് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർട്ടോജെനിസിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. അതായത് ഓർഗാൻസ് മാൽഫോം ചെയ്യും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അവർ പറഞ്ഞു 3 to 6 months സേഫ് ആണെന്നുള്ളതാണ് പറയുന്നത്. അതായത് ആൻറ്റിബയോട്ടിക് കൊടുക്കാനോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ 3 to 6 months സേഫ് ആണെന്നുള്ളതാണ് അവർ പറയുന്നത്. 6 തൊട്ട് 9 മാസത്തിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി, ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രീമച്വർ ബേബി ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. സോ ഗൈനക്കോളജിസ്റ്റ് വിൽ നോട്ട് ലെറ്റ് യു ഡു ടച്ച് ഡ്യൂറിങ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആൻഡ് ദ തേർഡ് ട്രൈമസ്റ്റർ. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ലോജിക്കലി പല്ലിന്നൊരു ഇൻഫെക്ഷൻ വന്നു. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി ബ്ലഡ് സ്ട്രീമിലോട്ട് കയറുമോ? നാച്ചുറലി ബ്ലഡിലോട്ട് ഈ അണുക്കൾ കയറുമോ? കയറും. നേരെ ഫീറ്റസിലെത്തുമോ? കൊച്ചിനടുത്ത് എത്തുമോ? കൊച്ചിനടുത്ത് എത്തും. നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവസാനം കൊച്ചും പോവും, അമ്മയും പോവും. വാട്ട് ലോജിക് ഡസ് ഇറ്റ് ഹോൾഡ്? എനിക്കത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലോജിക്സ് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, കൊച്ചിന് പ്രശ്നം ഉണ്ടാവും, അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ അഫക്റ്റഡ് ആവും. അവസാനം അമ്മയും കൂടി പോയാലോ? ഒരു ബാക്ടീരിയ വന്നു, ഒരു മാസീവ് സെല്ലുലൈറ്റിസ് വന്നു, ഒരു മാസീവ് സെല്ലുലൈറ്റിസ്, പല്ലിൽ നിന്ന് നീര് വന്ന് ഇതായി താഴോട്ട് സ്പ്രെഡ് ചെയ്തിറങ്ങി. ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ ദ പേഷ്യൻറ്റ് ടു ഗോ ത്രൂ ദ സെക്കൻഡ് ട്രൈമസ്റ്റർ. എന്ത് ലോജിക്സ് ആണത്? ഐ എം ടോട്ടലി എഗൻസ്റ്റ് ഇറ്റ്. എക്സ്റേ എടുക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, ശരി, അഗ്രീഡ്. ഇപ്പോഴത്തെ എക്സ്റേസ് എന്ന് പറഞ്ഞാൽ, എക്സ്റേ റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, ഈ പറയുന്ന ഡിജിറ്റൽ എക്സ്റേസിൻ്റെ എക്സ്റേ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിളാണ് കമ്പയർഡ് ടു ഈവൻ വെൻ യു ആർ വാക്കിംഗ് ഔട്ട്. ഈ സൂര്യനിലോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഉച്ചയ്ക്ക് 2 മണിക്ക് ഉണ്ടാകുന്ന റേഡിയേഷനേക്കാളും കുറവാണ് ഇവിടുത്തെ ഡെൻ്റൽ എക്സ്റേസിലുള്ള റേഡിയേഷൻസ്. മനസ്സിലായില്ലേ? ഒരു ലെഡ് ഏപ്രൺ കൂടി ഇട്ട് കൊടുത്ത് ഞാൻ എക്സ്റേ എടുക്കാനായിട്ടുള്ള പ്രശ്നമില്ല. ഉണ്ടോ? ഇല്ല. യു ആർ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ബൈ ലെഡ് ഏപ്രൺ. അപ്പോൾ പിന്നെ എൻ്റെ പ്രശ്നം എന്താ ഉണ്ടാവുന്നത്? സോ ദിസ് ടൈം വി ഹാവ് യറ്റ് റിയലി തിങ്ക്. മനസ്സിലായി? ഈ പറയുന്നൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ whenever you take a decision regarding any treatment, it should be risk versus benefit ratio. I would always recommend. കൊച്ചിനെ വേണോ അതേ അമ്മയെ വേണോ? that is one question. Whether they should suffer through a major massive bacteremia? No, I will not recommend that. But I am not there for a confrontation with the gynecologist. Because whatever they say, I have to accept. And whether it is fatal for the kid or fatal for the mother, otherwise I'll be answerable. So I just follow what gynecologist. But this is my logical way of thinking as far as pregnancy is concerned. Whenever you think, you have to think all directions. Okay. It is not just research says this. This is what can happen. No, you should work with your brains rather than follow what has been said. That's what I always believe.